ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്ന് 3 പൈൽ വെക്കുന്നുണ്ട്. ഓക്കെ, സോറി, നിങ്ങൾക്ക് കാണാൻ പോലെ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പൈൽ റോസ് കോഡ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, റോസ് കോഡ്സ് ഏഞ്ചലാണ്. ഓക്കെ, പിങ്ക് കളർ. സെക്കൻഡ് വൺ ഗ്രീൻ, നമ്മുടെ ഗ്രീൻ അവഞ്ചുറിൻ ഏഞ്ചലാണ്. ഓക്കെ, തേർഡ് വൺ റെഡ് കാർണീലിയൻ ഏഞ്ചലാണിത്. ഓക്കെ, സോ 3 കളർ ഉണ്ട് ഇവിടെ. നിങ്ങൾ ചൂസ് ചെയ്തോളൂ ഏത് ഏഞ്ചലാണ് വേണ്ടത് നിങ്ങൾക്കത്. ആൻഡ് ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് ഒരു മെസ്സേജ് ഫോർ യു. ഓക്കെ, അത് എന്ത് തന്നെ ആയാലും ശരി. ടാരോന്ന് 2-3 കാർഡ് എടുക്കും ആൻഡ് ഒറക്കിൽ നിന്ന് എടുക്കും. ഓക്കെ, സോ 3 പൈലുണ്ട്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആയിട്ട് മെസ്സേജസ് കിട്ടാൻ വേണ്ടി വെച്ചതാണ് ഞാൻ. സോ ലെറ്റ് സി. ഓക്കെ, നിങ്ങൾ പൈൽ ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് ഗൈഡൻസ് ഇന്ന് യൂണിവേഴ്സ് എന്താ തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഫസ്റ്റ് പൈൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഗ്രീൻ ആയിരുന്നല്ലേ. ഓക്കെ, ഞാൻ മാറ്റി വയ്ക്കുമ്പോൾ മറന്നു പോകും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഫസ്റ്റ് പൈൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്ന് യൂണിവേഴ്സിന്ന് ഫൂൾ ആണിത്. ഫൂൾ കാർഡ്, പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആൻഡ് 2 swords. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഒരു തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവാം. ആ ഐഡിയാസിന് നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. പക്ഷെ അതിന് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ, ലൈക്ക് ഞാൻ എന്ത് ചെയ്യണം, അതെടുത്താൽ ശരിയാവുമോ, ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ആ ഒരു കാരണം കൊണ്ട് ഐ തിങ്ക് കൺഫ്യൂഷനിൽ നിങ്ങളിപ്പോൾ നിൽക്കുകയാണ്. സോ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയാസ്, ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്യൂ. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഐഡിയാസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് എന്തോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ എന്ത് റിലേറ്റഡ് ആണെന്ന് പറയാം. മീൻസ് ഇവിടെ വോൺസ് ആണ്. വോൺസ് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിരിക്കാം. ലൈക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ബിസിനസ് ആയിട്ടോ ജോലിയായിട്ടോ ജോലിയുടെ കാര്യത്തിലോ പഠിക്കാനോ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഐഡിയാസ് ഉണ്ടാവാം. അതിനെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ്. പക്ഷേ ആ ഒരു തീരുമാനം ഐ തിങ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. ഹൈ പ്രിസ്റ്റസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം. മേ ബി നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യേണ്ടതുണ്ടാവാം. ഓക്കെ, നിങ്ങൾ നല്ലോണം നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, എങ്ങനെ പറയാം പറ്റും, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിനെ കുറിച്ച് നമുക്ക് എപ്പോഴാണ് ഒരു ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ സപ്പോസ് വീട്ടിൽ ഫാമിലിയിലൊക്കെ പറയണം, ഓക്കെ, അത് നമ്മളെ സമ്മതിക്കുമോ എന്നുള്ളത്. സോ അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത് ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു ബട്ട് ഇവിടെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ അതാണ്. ഒന്ന്, ആദ്യം കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുക. എന്തായാലും ഇവിടെ ഒരു പുതിയ തുടക്കം എനിക്ക് കാണുന്നുണ്ട്. ഫസ്റ്റ് വന്ന കാർഡ് തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതിയിലാണ്. പക്ഷെ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹം എന്താണ് അത് നിങ്ങൾ നല്ലോണം ആലോചിക്കാം. ഇതിപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചും ആവാം, കരിയറിനെ കുറിച്ചും ആവാം, പഠിക്കാനുള്ള കാര്യങ്ങളും ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കോട്ടെ, ഓക്കെ, ഏത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് ഫുൾ ക്ലാരിറ്റി നിങ്ങൾ സ്വയം മനസ്സിലാക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഒരു സമയമെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കാം. ഓക്കെ, മെയിനായിട്ട് അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നല്ലോണം ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നല്ലോണം ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ, അത് മാത്രമല്ല നിങ്ങൾ ആദ്യം ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. ആൻഡ് ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ
നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. ഓക്കെ, നിങ്ങൾ ലൈക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷനോ അങ്ങനെ വല്ലതൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളത് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മനസ്സിൽ ശരിക്കും നിങ്ങൾക്ക് തന്നെ ആ ഒരു ഉള്ളുവിളി വരും എന്ന് പറയില്ലേ, അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, അതിനുശേഷം ഒരു പുതിയ തുടക്കം എന്തായാലും ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഈ തീരുമാനം എടുക്കാൻ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഡിലേ ആണിപ്പോൾ. ആ തീരുമാനം ഒന്ന് എടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പീസ്, ഫൈൻഡ് ഇന്നർ പീസ് ഇൻ മൊമെന്റ്സ് ഓഫ് സ്റ്റിൽനെസ്. നിങ്ങളോട് പറയുന്ന തൽക്കാലം ഞാൻ മെഡിറ്റേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മെഡിറ്റേഷനിലിരിക്കാം. ഓക്കെ, മെഡിറ്റേഷനിലിരുന്ന യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ശാന്തമായിട്ടിരിക്കുക കുറച്ച് നേരം. മെഡിറ്റേഷൻ മ്യൂസിക്കോ എല്ലാം വെച്ച് ഒന്ന് ശാന്തമായിരുന്ന് കാം ആയിട്ടിരുന്ന് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഇരുന്ന് ആദ്യം ശ്രമിച്ചു തുടങ്ങും. അവനവനോട് സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അതാ വേണ്ട, അവനവനോട് സംസാരിക്കും. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ദ യൂണിവേഴ്സ് ഗൈഡ്സ് യു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നല്ല അറിവുണ്ട്. ഓക്കെ, നോളജ് വേണ്ടതൊക്കെ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നല്ലതാണ്, അല്ലെങ്കിൽ ഏത് വഴിയാണ് നല്ലത്, എല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഒരിക്കലും യൂണിവേഴ്സ് ഇസ് ഗൈഡിങ് യു ഓൾറെഡി. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട്. സ്ട്രെങ്ത്, യുവർ ഇന്നർ സ്ട്രെങ്ത് ഇസ് ബൗണ്ട്ലെസ് അൺലീഷ്. ഫുൾ കാർഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ കൺഫ്യൂസ് ആയിട്ട് മടിച്ച് നിൽക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ 2 ചോയ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം തെറ്റ് അതിലേതാണ് നിങ്ങൾക്ക് ശരി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എൻ്റെ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാര്യം എനിക്ക് കാണുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാറ്റി ചിന്തിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യൂ, ആദ്യത്തെ കാര്യം. ഓക്കെ, ഇവിടെയുണ്ട് ബട്ടർഫ്ലൈ. ഓക്കെ, ഇവിടെയുണ്ട്. വെരി നൈസ്. ഓക്കെ, സോ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു മാറ്റം ലൈഫിൽ വരും തീർച്ചയായിട്ടും. ഫുൾ കാർഡ് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ വട്ട് എവർ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് പൈൽ ഗ്രീൻ ആയിരുന്നു അല്ലേ? തെറ്റിപ്പോയിൻ്റെ കേസ് ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ടേണ്ടി വരും കേട്ടോ, ക്ഷമിക്കുക. ഇല്ല, ഗ്രീൻ തന്നെയാണ്. ഓക്കെ, ഗ്രീൻ. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്കിന്ന്. വാട്ട് ഈസ് ദ യൂണിവേഴ്സ് ടെല്ലിങ് യു? നിങ്ങളുടെ മനസ്സിലൊരു കാര്യത്തിൻ്റെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത്? പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണിത്. 2 of Cups. വാവ്. ആൻഡ് 2 of Wands. ഓ, ടെമ്പറൻസ് ഉണ്ടല്ലോ. 3 of Cups. ഓക്കെ, വാവ്. ഓക്കെ, ഒരു ഓഫറിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു സിറ്റുവേഷൻ ഇതെനിക്ക് കൂടുതലും ഇവിടുന്ന് ഇത് നിങ്ങൾക്ക് സോൾമേറ്റ് കാർഡാണ് കാണുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഇല്ല, ഇതെനിക്ക് കൂടുതലും ഇമോഷണൽ ആണ് കാണുന്നത്. സോ ഐ തിങ്ക് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഇത് ഈ പൈലുകാർക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടാവാം. ഒരു സോൾമേറ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടാവാം. ഓക്കെ, അതിപ്പോൾ സോൾമേറ്റ് അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ റിലേഷൻഷിപ്പ് കാര്യമല്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ, ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഓക്കെ, ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇവിടെയും കൺഫ്യൂഷനാണ്. ഫസ്റ്റ് പൈലും കൺഫ്യൂഷനാണ്, ഇവിടെയും അതെ. ഓക്കെ, 2 of Wands കാണുന്നുണ്ട്. 2 of Wands പറയുമ്പോൾ 2 വ്യക്തികൾ ചിലപ്പോൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ, അങ്ങനെയായിരിക്കാം. ഓക്കെ, ആ 2 പേര് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തി ഓക്കെ അവർ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ ആണോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ബട്ട് ഇവിടെ യെസ് ആണ് തീർച്ചയായിട്ടും. 2 of Cups ആണ് വന്നിരിക്കുന്നത്. 2 of Cups വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വസ്റ്റൻ ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സ്ട്രോങ് സ്റ്റേബിൾ കണക്ഷൻ ആണ്. ഓക്കെ, വളരെയധികം റൊമാൻറ്റിക് ആയിട്ടൊരു കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട് ആണെങ്കിലും ശരി, പാർട്ട്ണർ ലൈക്ക് ബിസിനസ് പാർട്ട്ണർ ആണെങ്കിലും ശരി, ഫാമിലി മെമ്പർ ആരെങ്കിലും കുറിച്ചാണെങ്കിലും ശരി, നിങ്ങളുടെ കൂടെ ആരോ ഒരു വ്യക്തി ഉണ്ട്. ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് കൂടെ. ഓക്കെ, ആൻഡ് അത് മോസ്റ്റ്ലി ഇവിടെ നിങ്ങൾക്ക് അതൊരു മാരേജിലേക്ക് കൺവേർട്ട് ആവാനുള്ള സാധ്യത കൂടിയാണ്. കാരണം ഇവിടെ പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കുന്ന ഒരു ഓഫറിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു മാരേജ് ഓഫർ എന്ന രീതിക്ക് നമുക്ക് വിളിക്കാം, കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് വിളിക്കാം. മേ ബി നിങ്ങൾക്കൊരു കല്യാണാലോചന വന്ന് കാണാം, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പേഴ്സണിനെ ചൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ
ലൈക്ക് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ശരി, ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക, ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുമോ അതോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ യെസ്, അതൊരു മുന്നോട്ട് പോകും, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നല്ലൊരു ബന്ധമായിട്ടാണെങ്കിൽ ആക്ച്വലി സോൾമേറ്റ് ആണ്. 2 ഓഫ് കപ്സ് പിന്നെ നമ്മൾ സോൾമേറ്റ് കാർഡാണ്. സോ ഇവിടെ ഡൗട്ടൊന്നുമില്ല. ബട്ട് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. മേ ബി സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. സോ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ദാറ്റ് ഓക്കെ, ഓഫർ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളോട് ഓഫർ തന്നിട്ടുണ്ട്, നിങ്ങളെ പേഴ്സൺ ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള സംശയമായിരിക്കാം. ബട്ട് ഇവിടെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എനിക്ക്. 2 ഓഫ് കപ്സ് എന്തായാലും തീർച്ചയായിട്ടും സോൾമേറ്റ് കണക്ഷൻ ആണ്. സോ നിങ്ങൾ ഇപ്പോൾ ലൈക്ക് സപ്പോസ് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറോ ആയിട്ട് ബിസിനസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അല്ല ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറിച്ച് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവർ ശരിക്കും എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആണോ എന്ന ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ല, അത് നല്ല ഫ്രണ്ട് തന്നെയാണ്. ഓക്കെ, മേ ബി ചില ഇടയിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരും, അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, ബട്ട് സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ തന്നെയാണിത്. റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ശരി, വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് ആരെക്കുറിച്ചാണെങ്കിലും, ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു പേഴ്സണിനെ കുറിച്ച് തന്നെയാണ് കൂടുതലും ബാലൻസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആകും. ഓക്കെ, ആ സോൾവ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല തുടക്കം വരും. ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ ഐ തിങ്ക് ചോദിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ സോൾമേറ്റ് ആണ് നിങ്ങളുടെ. ലെറ്റ്സ് സീ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടി എടുക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? റീബർത്ത്, ഇതാ ഞാൻ പറയുന്നത്. ആക്ച്വലി ഇവിടെ ഫുൾ കാർഡ് ഇവിടെ താഴെ ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. ഫുൾ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, പേഴ്സണും ആരെങ്കിലുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഇവിടെ പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് റീയൂണിയൻ പ്രതീക്ഷിക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് യുവർ ഇന്നർ എക്സ്പ്രഷൻ, അൺലീഷ് ഇറ്റ്. ഓക്കെ, ഒരു കാർഡ് കൂടി അഡ്വൈസ് ആണ്. അവേക്കനിങ്. ഓക്കെ, അവേക്കനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് യുവർ ട്രൂ സെൽഫ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ സപ്പോസ് ഓക്കെ ആരായാലും ശരി, നിങ്ങൾ ആരെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ശരി, ഇത് നിങ്ങളെ തന്നെ അവേക്കൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? ഓക്കെ, നിങ്ങൾ ആരാണ് എന്താണ് എന്ന് കൂടി ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് കൂടി ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ. ഓക്കെ, അതിനൊക്കെ വേണ്ടി അവേക്കനിങ് ആണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഐ തിങ്ക് കുറേ ചേഞ്ചസ് വരുന്നുണ്ടാവും നിങ്ങളിൽ. ഓക്കെ, എനിവേ ഇതിവിടെ ഞാൻ സ്പിരിച്വൽ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, സിമ്പിളായിട്ട് വെക്കാം നമുക്ക്. ആൻഡ് എനിവേ ഇവിടെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഈസ് യുവർ ഇന്നർ എക്സ്പ്രഷൻ. ഓക്കെ, നിങ്ങൾ പേഴ്സണിനോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആരോടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതിപ്പോൾ സോൾമേറ്റ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്, റൊമാൻറ്റിക് ആയാലും ശരി, ബിസിനസ്സിലായാലും ശരി, ഫ്രണ്ട്സിനോ ആരോടെങ്കിലും പ്രശ്നമാണെങ്കിലും ശരി, ഓക്കെ, നിങ്ങൾ അവരോട് സംസാരിക്കാൻ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ പറയാൻ പോകണ്ട. ഓക്കെ, അവിടെ ഒന്ന് ലേശം നിങ്ങളൊരു ഒന്ന് സോഫ്റ്റ് ആവുക, ഒന്ന് സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ ഒരു കഴിവുണ്ടാവും കേട്ടോ. ലൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവുണ്ടാവാം. സോ ആ രീതിക്ക് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലതും വരച്ചു കൊടുക്കുക, പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുക, ഓക്കെ, അവർക്ക് വല്ല ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കഴിവുള്ളവർ അങ്ങനെ ചെയ്തോളൂ. എഴുതാൻ കഴിവുള്ളവർ, കവിതയൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർ, ഞാൻ എഴുതും, കുറച്ചൊക്കെ പൊട്ടത്തരമൊക്കെ എഴുതി വയ്ക്കും. എനിവേ, സോ അതുപോലെ എന്തെങ്കിലും കവിതകളൊക്കെ എഴുതി കൊടുക്കാം. ഐ തിങ്ക് ആ ഒരു ക്രിയേറ്റീവ് രീതിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഐ തിങ്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ഒരു അഡ്വൈസ് അതാണ്. എനിവേ, നിങ്ങൾക്കിവിടെ റീസ്റ്റാർട്ട് ആണ് കാണുന്നത്. പേഴ്സണുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, ആരുമായിട്ടായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാവും, സോൾവ് ആവും. അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ കീ ടു ഡീപ്പ് കണക്ഷൻസ്. ഏതോ പേഴ്സൻ്റെ കാര്യം തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. ശരിയാവും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ചെറിയ വല്ല ഇതോ വന്നായിരിക്കും. സോൾമേറ്റ് ആണ്, എവിടെയും വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. ഓക്കെ, സോ ഡോണ്ട് വറി. ആൻഡ് മിക്സപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് തേർഡ് പൈലിലേക്ക് പോവാം. തേർഡ് പൈൽ റെഡ് കാർണീലിയൻസ് ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഓക്കെ, റെഡ് കാർണീലിയൻ ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് എന്ന് വരുന്നത്? വാട്ട് ഈസ് ദ ഗൈഡൻസ് ഫോർ യു? തേർഡ് പൈൽ, സോറി, ഓവർ എക്സൈറ്റ്മെന്റ്. കാം ഡൗൺ. ഓക്കെ, തേർഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് എന്താ മെസ്സേജ് തരുന്നത്? 5 of Wands, Hangman, Ace of Swords. ഓക്കെ,
സിറ്റുവേഷൻ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് തിങ്കിങ്. ഓക്കെ, എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഓക്കെ, ഫൈവ് ഓഫ് വാൻഡ്സ്, കോൺഫ്ലിക്റ്റ്, ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്, ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്. ഈ പൈലും ഒരു റിലേഷൻഷിപ്പ് കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ല പാരൻസുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാരണം ഇവിടെ പാരൻസ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് മാരീഡ് ആണെങ്കിൽ മേ ബി ഹസ്ബൻഡ്, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം നോക്കുന്നത്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട്. ഇത് റിലേഷൻഷിപ്പ് റീഡിങ് അല്ല പറയുന്നത്, ബട്ട് ജസ്റ്റ് ജനറൽ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ കൂടുതലും കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ മേ ബി, ഓക്കെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസോ അങ്ങനെ ആരെങ്കിലും ആയിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഈവൻ പാരൻസ്, ഞാൻ പറഞ്ഞല്ലോ, പാരൻസുമായിട്ടും ആയിരിക്കാം. എനിവേ, ഇവിടെ എനിക്ക് കാണുന്നത് ഫൈവ് ഓഫ് വാൻഡ്സ്, കോൺഫ്ലിക്റ്റ്, ഹാങ്മാൻ ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഒരു കട്ട് ഓഫ് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ഓർ വൈഫിനോ അങ്ങനെ വേണ്ടി കാണുകയാണെങ്കിൽ, ഓക്കെ, ഇത് മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ബ്രേക്കപ്പ് പോലെ വല്ലതും വന്ന് കാണാം. ഓക്കെ, കാരണം ഇവിടെ എനിക്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒന്നാമത്. ഓക്കെ, സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഇവിടെ ഏസ് ഓഫ് സോർട്സ് നമ്മൾ കട്ട് ചെയ്ത് വിടലാണ്. ഓക്കെ, അതായത് നമ്മൾ ചിലത് കട്ട് ചെയ്ത് ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ടൈപ്പിലാണ്. സോ മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ തീരുമാനിച്ച് കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഐ തിങ്ക് രണ്ടാൾക്കും വേണ്ടത് വേറെ വേറെ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഇത് റിലേഷൻഷിപ്പിൻ്റെ അല്ല കേട്ടോ, ബട്ട് ഇതിൽ ഞാൻ ജനറലായിട്ട് എടുത്തുകൊണ്ട് അതും വരുന്നുണ്ട്. ഓക്കെ, രണ്ടാൾ, ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, ഓക്കെ, രണ്ടുപേർക്കും വേണ്ടത് വേറെ വേറെ തരത്തിലാണ്. ഒരാൾ ഇമോഷണലാണ്, ഒരാൾ വളരെയധികം പ്രാക്ടിക്കലും ആണ് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് അവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. അവിടെ ഒരു ഒത്തുചേർന്ന് പോകാനുള്ള ഒരു ഇത് കാണുന്നില്ല എനിക്ക്. മീൻസ് ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ, പറയാൻ ഞാൻ. ബട്ട് ഇവിടെ കാണുന്ന ഇപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം അതാണ്. നിങ്ങൾ തമ്മിലൊരു രണ്ടുപേരും രണ്ട് തലത്തിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു ബന്ധം നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് വേണം. പക്ഷെ ഇവിടെ കോംപ്രമൈസിൻ്റെ ഒരു എനർജി ഇപ്പം ഇല്ല. ഓക്കെ, ഇവിടെ പരസ്പരം നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ മാത്രമാണ് എനിക്ക് കാണുന്നത്. ഞാനാണ് ശരി അല്ലെങ്കിൽ നീയാണ് ശരി എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ളൊരു വാക്ക് തർക്കമാണ് എനിക്ക് കാണുന്നത്. ആ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ഐ തിങ്ക് ഇപ്പോൾ ഒരു കട്ട് ഓഫ് ആവുന്ന തരത്തിൽ ആ ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ടാവാം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എനിക്കിവിടെ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ ആയിട്ടോ ആരോടെങ്കിലോ ജോലി സ്ഥലത്തും ആവാം. ഓക്കെ, മേ ബി നിങ്ങൾ വളരെയധികം ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം, ആൻഡ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, ഓക്കെ, ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ബോസോ അങ്ങനെ ആരെങ്കിലും വളരെ ലൈക്ക് അവർ റഫായിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങളായിരിക്കാം. പല സിറ്റുവേഷൻ വരാം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. സോ ഇവിടെ ഐ തിങ്ക് ജോലി വിട്ട് മാറിപ്പോവുക. ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ശരിയാവുന്നില്ല, ആ പ്ലേസ് അവിടെ ഒരു സമാധാനവും ഇല്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾ ചിലപ്പോൾ സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ലൈക്ക് ജോലിയിൽ ലൈക്ക് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും അതിനുള്ള റിസൾട്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ജസ്റ്റ് ഒരു ഓവറോൾ ഞാൻ അതും പറയും. ഓക്കെ, മേ ബി കാരണം ഇവിടെ ഓവർ ഗിവിങ് കാണുന്നുണ്ട് എനിക്ക്. ഇവിടെ ക്വീൻ ഓഫ് കപ്സും സിക്സ് ഓഫ് പെന്റിക്കിൾസും പറയുന്നത് നമ്മളെപ്പോഴും അങ്ങോട്ട് ഒരുപാട് ചെയ്യുന്ന തരത്തിലാണ്. സോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തിരിച്ച് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സ്റ്റക്കാണ് ആ സിറ്റുവേഷനിൽ. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പുറത്ത് വരും എന്ന് പറയാം. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ മാരേജിൻ്റെ കാര്യമാണെങ്കിൽ ഇത് എൻഡിങ് ഒന്നും ആവില്ല. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വേണ്ട റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് വിടുന്നു എന്ന ലെവലിലേക്ക് നിങ്ങൾ പോയാലും അത് വിട്ടു പോവില്ല. ഓക്കെ, അത് വിട്ടു പോകുന്ന ലെവലിൽ എനിക്ക് കാണുന്നില്ല. ബിക്കോസ് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്കാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ചാരിയറ്റ് മൂവ്മെൻ്റ് ആണ്, മുന്നോട്ട് മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ ഫാമിലിയാണ്. സോ ആ ഫാമിലി സന്തോഷം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വീണ്ടും ഒന്നിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, ലൈക്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒന്നുമില്ല, ലൈക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. സ്റ്റക്കാണ്. മേ ബി ഒരു ഫുൾ തീരുമാനം എടുത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവില്ല, ബട്ട് അങ്ങനെ അത് ആവില്ല. ഓക്കെ, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് രണ്ട് വ്യക്തിയും ഈ ഇതിൽ ആരെയാണോ നമ്മൾ പറയുന്നത് അവർ രണ്ടുപേരും ആലോചിച്ച് ഒരു തീരുമാനം ലൈക്ക് മനസ്സിലാക്കും. ഓക്കെ, ഈ സിറ്റുവേഷൻ്റെ ഒരു ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റി വരുമ്പോൾ ആക്ച്വലി ഇവിടെ ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ മേ ബി ലൈക്ക് നെക്സ്റ്റ് ആക്ഷൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതായിട്ടാണ്.
ഓക്കെ, ആരോടാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളത്, അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ലൈക്ക് നിങ്ങൾ ഓഫീസിലെ കൊളീഗ് ആവാം, ഫാമിലിയിൽ ആരോടെങ്കിലും ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, എന്തായാലും ഇവിടെ തിരിച്ച് വീണ്ടും ഒന്നിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, 10 of Cups and 6 of Pentacles ഇത് ഫാമിലിയാണ് കൂടുതൽ എനിക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മാരേജിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു അത്. ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു അമ്മ, അച്ഛൻ അല്ലെങ്കിൽ പാരൻസ് എന്ന രീതിക്ക് പറയാം, മാരീഡ് എന്ന രീതിക്ക് എടുക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അത് പറഞ്ഞത്. ഓക്കെ, അല്ലാത്തവർക്ക് ഇപ്പോൾ സപ്പോസ് ഓക്കെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ, ഓക്കെ, നിങ്ങൾ ജോലി സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതിൻ്റെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാൻ ചിലപ്പോൾ തീരുമാനിക്കും. ഓക്കെ, പക്ഷേ വിട്ടുപോയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അത് ജോലി വിട്ട് കളഞ്ഞ് നിങ്ങൾ മേ ബി നിങ്ങൾക്ക് വേറെ നല്ലതിലേക്ക് എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യാം ചിലപ്പോൾ, മേ ബി. ഓക്കെ, 2 സിറ്റുവേഷനും വരാം ഇവിടെ. ഒന്ന്, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വേറൊരു ജോലിയിലേക്ക് മാറുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, വിച്ച് വിൽ ഗിവ് യു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതായത് നിങ്ങളിടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഓക്കെ അങ്ങനെയുള്ള ജോലിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ മാറാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഓക്കെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുമെന്നും പറയാം. ഓക്കെ, ഇപ്പോൾ ജോലി സ്ഥലത്തോ ഫാമിലിയിലോ എവിടെയായാലും ശരി, നിങ്ങളിടുന്ന എഫേർട്ട് ഓക്കെ അതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ടുമാറി വേറെ റിലേഷൻഷിപ്പിൽ പോവോ, അതോ ജോലി വിട്ടുമാറി വേറെ ജോലിയിലേക്ക് പോവോ, അല്ലെങ്കിൽ റീകോൺസിലേഷൻ ആവോ, രണ്ടും ആവാം. ബട്ട് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഓവറോൾ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഐ തിങ്ക് ഇങ്ങനെ പറയാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് നടക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു റീയൂണിയൻ വേണം പേഴ്സണുമായിട്ട്. ഇപ്പം നിങ്ങൾ ആരുമായിട്ടാണോ ലൈക്ക് പ്രശ്നമുള്ളത് അവരുമായിട്ട് നിങ്ങൾക്ക് ശരിയാക്കി, അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നന്നായിട്ട് നടക്കും. പക്ഷെ അവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റെപ്പ്, ആ ഒരു ഇത് വിട്ടുപോകാനുള്ള ഒരു തീരുമാനം ചിലപ്പോൾ വരും. ആ തീരുമാനത്തിന് ശേഷം നല്ലത് വരും. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നിങ്ങളുടെ നല്ലതിന് എന്താണോ അത് യൂണിവേഴ്സ് കൊണ്ടുതരും. അങ്ങനെ എടുക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് കൂടെ എടുത്തിട്ട് നിർത്താം നമുക്ക് ലാസ്റ്റ്. ഓക്കെ, ഗ്രേസ്, ഹോപ്പ്, ഗ്രോത്ത്. വെരി ഗുഡ്. ഓറക്കിൾസ് ഇതിവിടെ ഗ്രേസ് എന്ന് പറയുമ്പോൾ ഗ്രേസ് ഇസ് എ യൂണിവേഴ്സസ് ബ്ലെസ്സിങ്, ഓപ്പൺ യുവർ ഹാർട്ട് ടു റിസീവ് ഇറ്റ്. ഓക്കെ, എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ആ സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആയാലും, നിങ്ങൾ മാരേജ് ആണോ ജോലിയിലാണോ എവിടെയായാലും ശരി, അത് വിട്ട് നിങ്ങൾക്ക് ശരിയാവുന്നില്ല, അവിടെ പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ട് നിങ്ങൾ അത് വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ഓക്കെ അങ്ങനെയാണെങ്കിലും പക്ഷേ ഇത് കണ്ടില്ല, ഇവിടെ എവിടേക്കോ പോകുന്ന പോലെയൊക്കെയാണ്. സോ മേ ബി ആൻഡ് ഇവിടെ പോകുന്നത് ടുവേർഡ്സ് ദ സൺ ആണ്. സോ നിങ്ങൾക്ക് സന്തോഷത്തിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. സപ്പോസ് ഞാനത് കട്ട് ഓഫ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റിലേഷൻഷിപ്പ് നമ്മൾ കട്ട് ഓഫ് ചെയ്ത് ഞാൻ പോകുന്നു എന്ന് സപ്പോസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ റിയലൈസ് ചെയ്യുക നിങ്ങളുടെ വാല്യൂ. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് നല്ലത് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, ചിലപ്പോൾ നിങ്ങൾ വിട്ടുമാറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നല്ലതിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. 2 തരത്തിലും എനിക്കിവിടെ ഫീൽ ചെയ്തു. സോ ഞാൻ പറയുന്നു, ഹോപ്പ് ഇസ് എ ബീം ഓഫ് ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. അഗെയിൻ എവിടെയും സെയിം തിങ്, എവിടെയും സെയിം തിങ്. ഓക്കെ, നിങ്ങൾ ടുവേർഡ്സ് ഹാപ്പിനെസ് ആണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ ഗ്രോത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാരിയറ്റും ആൻഡ് ഓക്കെ ചാരിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, നമ്മളുടെ 10 of Cups ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം വരും തീർച്ചയായിട്ടും, അതിപ്പോൾ ഏത് രീതിയിലായാലും ശരി. ഓക്കെ, ആൻഡ് ഇവിടെ ഗ്രോത്ത്, ആൻഡ് ഇവിടെയും ബട്ടർഫ്ലൈസ് ഉണ്ട്. സോ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം കാണുന്നുണ്ട്. ഒരു സമയം ചേഞ്ചിൻ്റെ കാര്യം എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഗ്രോത്ത് ആണ്. അഗെയിൻ ബട്ടർഫ്ലൈസ്. ഓക്കെ, ഇതിലെല്ലാത്തിലും ബട്ടർഫ്ലൈ ഉണ്ടോ? ഓക്കെ, ഇതിലും ബട്ടർഫ്ലൈസ്. ഓക്കെ, ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഇസ് എ ജേർണി, ട്രസ്റ്റ് ഈച്ച് സ്റ്റെപ്പ്. ചാരിറ്റ് കാർഡ് മൂവ്മെൻ്റ് ആണ്, ജേർണിയാണ്, യാത്രയാണ്. ഓക്കെ, സോ നിങ്ങൾ ഐ തിങ്ക് ഒരു ചേഞ്ചിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ. അതിപ്പോൾ ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോകുന്ന തരത്തിലുള്ള ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ന്യായമായത് കിട്ടും. മനസ്സിലായോ? ഓക്കെ, സോ 2 തരത്തിലും എനിക്കിവിടെ ഗൈഡൻസ് ഉണ്ട്. എന്താണോ നല്ല, ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നല്ല വഴി യൂണിവേഴ്സ് കാണിച്ചു തരട്ടെ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്നുള്ളത്. ഓക്കെ, തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.